നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് സുഗതൻ. കമ്മികളും കൊങ്ങികളും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങൾ കാലാകാലങ്ങളായി കേരളം ഭരിച്ചും കട്ടുമുടിച്ചും പല വാഗ്ദാനങ്ങളും കൊടുത്തും അത് പാലിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടും അവരുടെ നിസ്സഹായതയെ മുതലാക്കി തഴച്ചു വളർന്നവരാണ്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു കോർപ്പറേഷൻ, അതും കേരളത്തിന്റെ തലസ്ഥാനം തന്നെ വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്: പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം. ആ വിശ്വാസമാണ് സുഗതനടക്കമുള്ള BJPയുടെ ഓരോ കൗൺസിലർമാരോടും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്കുള്ളത്. അങ്ങനെയുള്ള കോർപ്പറേഷനെ താഴെയിടാൻ വേണ്ടി എന്ത് അന്തർധാരാ പ്രവർത്തനം ആര് നടത്തിയാലും ഇപ്പോൾ സുഗതൻ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് പോലെ കേരള ചരിത്രം തന്നെ വഴിമാറേണ്ടി വരും. സുഗതൻ മായയായോ മന്ത്രമായോ ഒക്കെ വന്ന് കോർപ്പറേഷൻ രജിസ്റ്റർ ഒപ്പിട്ട് പോകുമെന്ന് ഭയന്ന് രജിസ്റ്റർ പോലും വലിച്ചു കീറിയ ശബരിനാഥനും BJP കൗൺസിലർമാരെയും മേയറെയും അതിക്രൂരമായി തടഞ്ഞുവെക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ട് പിറ്റേന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ചക്രക്കസേരയിലും ഓക്സിജൻ മാസ്ക് വെച്ചുമൊക്കെ നാടകം കളിച്ച കമ്മികളെയും കൊങ്ങികളെയും ഇനിയാണ് ഒന്ന് കാണേണ്ടത്. വെറുതെ ഉന്തിയും തള്ളിയും ശബരിനാഥന്റെ ഉമ്മാക്കി രാഷ്ട്രീയ നാടകത്തിന് കുടപിടിച്ച അണികൾ വിയർത്തതു മാത്രം മിച്ചം. കേരള ചരിത്രത്തിലെ അപൂർവ വിധിയുമായാണ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. കാപ്പ കേസിൽ തടവിൽ കഴിയുന്ന തിരുവനന്തപുരം BJP കൗൺസിലർ R. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതായത് രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാനും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. അത് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കും. ഇരുമ്പ് വാതിലുകൾക്ക് ഒരു മനുഷ്യനെ പൂട്ടിയിടാൻ കഴിയും, പക്ഷേ ജനങ്ങളുടെ വിധിയെ പൂട്ടിയിടാൻ കഴിയില്ല. ജയിലിന്റെ ഉയർന്ന മതിലുകൾക്ക് ഒരാളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താൻ കഴിയും, എന്നാൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വോട്ടിലൂടെ രൂപപ്പെട്ട ജനാധിപത്യത്തിന്റെ ശബ്ദത്തെ നിശബ്ദമാക്കാൻ കഴിയില്ല. കേരള ഹൈക്കോടതിയുടെ സമീപകാല ഉത്തരവ് ഓർമ്മിപ്പിക്കുന്നത് ഇതേ അടിസ്ഥാന സത്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി നൽകിയത് ഒരു വ്യക്തിക്കുള്ള ആനുകൂല്യം എന്നതിലുപരി ഭരണഘടനയുടെ ആത്മാവിനോടുള്ള ആദരവാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ നേട്ടം മാത്രമല്ല, അത് ജനങ്ങൾ നൽകിയ അധികാരമാണ് അല്ലെങ്കിൽ അംഗീകാരമാണ്. ആ അധികാരത്തിന്റെ യഥാർത്ഥ ഉടമ വോട്ടർമാരാണ്. അതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിയുടെ അവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുമ്പോൾ കോടതി വിധിയെ മാത്രം അല്ലെങ്കിൽ കോടതിയെ വ്യക്തിയെ മാത്രം നോക്കാതെ ജനവിധിയെയും പരിഗണിക്കുന്നത്. കുറ്റാരോപണം നേരിടുന്നത് ഒരു കാര്യമാണ്, കുറ്റം നിയമപരമായി തെളിയിക്കപ്പെടുന്നത് മറ്റൊന്നാണ്. ഈ രണ്ടിനുമിടയിലുള്ള വ്യത്യാസം തന്നെയാണ് നിയമവാഴ്ചയുടെ അടിത്തറ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൗൺസിലറായ സുഗതൻ. ഇന്ത്യയുടെ ഭരണഘടന കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് ഒരാളെ കുറ്റവാളിയായി മുദ്ര കുത്തുന്ന സമീപനത്തെ അംഗീകരിക്കുന്നതല്ല. വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് നിയമം നൽകുന്ന അവകാശങ്ങൾ യുക്തിസഹമായ കാരണങ്ങളില്ലാതെ നിഷേധിക്കരുതെന്ന തത്വമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിക്ക് നിയമപരമായ പരിധിക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കുന്നത് ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും സ്വാഭാവിക വിപുലീകരണമായി വിലയിരുത്തേണ്ടി വരും. ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നു. ചിലർ ഇത് അനാവശ്യ ഇളവാണെന്ന് വാദിച്ചു, മറ്റു ചിലർ ജനവിധിയോടുള്ള ബഹുമാനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ കോടതി മുന്നിൽ നിർണായകമായ ചോദ്യം രാഷ്ട്രീയമല്ലായിരുന്നു, നിയമമായിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയുടെ അവകാശവും നീതിന്യായ നടപടികളും തമ്മിൽ എങ്ങനെ സന്തുലിതാവസ്ഥ നിലനിർത്താമെന്ന ചോദ്യത്തിനാണ് കോടതി മറുപടി തേടിയത്. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇത്തരം കുതുകാൽ വെട്ടലുകളും ഇത്തരത്തിൽ പാര പണിഞ്ഞ് പലരെയും പ്രതിയാക്കി അകത്തിട്ടുകൊണ്ട് രാഷ്ട്രീയം തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും സ്വാഭാവികമാണെന്നും ഈ കേസിൽ ആരോപിക്കപ്പെടുന്ന പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം കേസുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ വ്യക്തിയെയോ മാത്രം ബാധിക്കുന്നതല്ല. ഇന്നൊരു പാർട്ടിയുടെ ജനപ്രതിനിധിയെക്കുറിച്ചാണെങ്കിൽ നാളെ മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധിയാകാം. അതുകൊണ്ട് ഇത്തരം വിധികൾ രാഷ്ട്രീയ വിജയമോ പരാജയമോ എന്നതിലുപരി ഭരണഘടനാ തത്വങ്ങൾ എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന വിശ്വാസമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ജനാധിപത്യത്തിൽ ജനവിധിക്ക് നൽകുന്ന ബഹുമാനം അതീവ പ്രധാനമാണ്. ഒരിക്കൽ വോട്ട് പെട്ടിയിൽ രേഖപ്പെടുത്തിയ ജനങ്ങളുടെ തീരുമാനത്തെ അനാവശ്യമായി അസാധുവാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്.
അതേസമയം നിയമ നടപടികൾക്കും തടസ്സമുണ്ടാകരുത്. ഈ രണ്ടിനുമിടയിൽ തുലനം കണ്ടെത്തുകയാണ് കോടതികളുടെ ഉത്തരവാദിത്വം. ഈ കേസിൽ കോടതി സ്വീകരിച്ച സമീപനവും അതേ തത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പല നിയമവിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഈ വിധിക്ക് പ്രത്യേക പ്രസക്തിയുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഓരോ അംഗത്തിന്റെയും സാന്നിധ്യം തീരുമാനങ്ങളെ സ്വാധീനിക്കാവുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ സത്യപ്രതിജ്ഞ വൈകുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയപരമായും ഭരണപരമായും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് നിയമപരമായ അവകാശവും ജനാധിപത്യ പ്രക്രിയയും ഒരുമിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന വാദത്തിന് ഈ വിധി കൂടുതൽ കരുത്തു നൽകുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന സന്ദേശം കൂടിയുണ്ട്. ജനാധിപത്യത്തിൽ കോടതി രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, ഭരണഘടനയുടെ കാവൽക്കാരനാണ്. കോടതിയുടെ ഇടപെടൽ ആരെയൊക്കെയോ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ വേണ്ടിയല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉത്തരവുകളെ രാഷ്ട്രീയ കണ്ണടയിലൂടെ മാത്രം കാണാതെ ഭരണഘടനയുടെ കണ്ണിലൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ കാലത്തിനൊപ്പം മാറിപ്പോകും. എന്നാൽ ജനാധിപത്യത്തിന്റെ ശക്തി ഭരണഘടനാ തത്വങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുമ്പോഴാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി ഒരു വ്യക്തിയുടെ മാത്രം വിജയം എന്നതിലുപരി ജനവിധിയോടുള്ള ബഹുമാനവും നിയമവാഴ്ചയിലുള്ള വിശ്വാസവും ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ച ഒരു സുപ്രധാന ജനാധിപത്യ നിമിഷമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ശബരിനാഥൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ തകർന്നടിഞ്ഞുപോയി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് BJP ഇറക്കി ഭരണം പിടിച്ച് നേരെ ഒന്ന് വിലസാം എന്നെങ്കിലും കരുതി. അതിനും നല്ല പണിയാണ് കിട്ടിയത്. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസുകാർക്ക് തന്നെ ചതുർത്ഥിയാണ് ശബരിനാഥനോട്. ഭാര്യ ദിവ്യ എസ് അയ്യർ പിണറായിക്ക് വേണ്ടി സ്തുതി പാടിയതും പിണറായി മഹാനാണെന്നും കപ്പിത്താനാണെന്നും വാഴ്ത്തിയതും അദ്ദേഹത്തിനെ കർണനെ പോലെ സംരക്ഷിക്കുന്ന നേതാവാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പ്രകീർത്തിച്ചതും ഒന്നും കൊങ്ങികൾ മറക്കില്ല. സ്വന്തം അപ്പനെ വരെ കുതുകാൽ വെട്ടി തള്ളിയിടാൻ മടിക്കാത്ത കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ് ഇടതുപക്ഷത്തിന് സ്തുതിഗീതം പാടുന്ന ഒരു ഭാര്യയുള്ള ശബരിനാഥൻ. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപൂർവ്വം ശബരിയെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന തസ്തികയിലേക്ക് ഒതുക്കാമെന്ന് കോൺഗ്രസുകാർ കണക്കുകൂട്ടിയത്. അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകിയെങ്കിൽ കുറഞ്ഞപക്ഷം MLA അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ആകാനുള്ള യോഗ്യതയുണ്ടായിട്ടും രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ സ്വന്തം വില ഇല്ലാതായി പോയതെന്ന് ശബരി ചിന്തിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ സുഗതനെ പോലൊരു നേതാവിനെ സംരക്ഷിക്കാൻ BJP കാണിക്കുന്ന ഈ വികാരത്തിന്റെ പേരാണ് രാഷ്ട്രീയമെന്നും സ്നേഹമെന്നും മനുഷ്യത്വമെന്നും. ഒരുമയില്ലാതെ ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടും കാര്യമില്ല. കുറെ പെണ്ണുങ്ങളെ മുൻനിർത്തി പിന്നിൽ നിന്ന് വലിയ വായിൽ നിലവിളിച്ചിട്ടും കാര്യമില്ല എന്ന് സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ശബരിനാഥന് ഒന്നുകൂടി മനസ്സിലാകും. ഗതികേടാണ് ശബരി, വല്ലാത്ത ഗതികേട്.